നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറുപ്പിനേക്കാൾ ക്ഷമയാണ് നല്ലത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിലുണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതാണ്. വെറുപ്പ് നമ്മെ അകറ്റുമ്പോൾ ക്ഷമിക്കുവാനുള്ള മനസ്സ് നമ്മെ അടുപ്പിക്കും. ലോകത്തിലെവിടെയാണെങ്കിലും ഏറ്റവും വലിയ ഔഷധം എന്ന് പറയുന്നത് ക്ഷമയാണ് എന്നൊരിക്കലും മറക്കരുത്. വെറുപ്പും വിദ്വേഷവും വെല്ലുവിളികളും നിറഞ്ഞൊരു ലോകത്തിൽ ക്ഷമിക്കുന്നവരായി മാറാൻ കഴിഞ്ഞാൽ അത് ലോകത്തെ മാറ്റിമറിക്കുമെന്നതിന് ഒരു സംശയവും വേണ്ട. ഒരിക്കൽ സ്കോട്ട്ലൻഡിൽ നിന്ന് പട്ടാളക്കാരെ ഉൾപ്രദേശത്ത് റെയിൽവേ ലൈൻ പണിയേണ്ടതിന് നിയോഗിക്കുവാനിടയായി. അവരെ നിയോഗിച്ചത് അന്ന് അവരെ പിടിച്ച ജപ്പാനീസ് പട്ടാളക്കാരാണ്. ഉൾപ്രദേശത്ത് കഠിനമായ ജീവിത സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ജോലികൾക്ക് അവരെ നിയോഗിക്കപ്പെട്ടപ്പോൾ ഒട്ടും സ്നേഹമോ സഹവർത്തിത്വമോ കാണിക്കുവാൻ ആ പട്ടാളക്കാർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ പരസ്പരം പോരുവിളിച്ചും വെറുത്തും ആക്രമിച്ചുമൊക്കെയാണ് ആ ഉൾക്കാട്ടിൽ അവർ ജോലികൾ ചെയ്യുവാനിടയായത്. പക്ഷേ ഒരു ദിവസം സാഹചര്യങ്ങൾ പെട്ടെന്ന് മാറുവാനിടയായി. അവരുടെ ജോലികളിൽ മേൽനോട്ടം വഹിക്കുന്ന ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് ആ കാട്ടിൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാരോട് ചോദിച്ചു, ഇവിടെ ഒരു ആയുധം കാണാനില്ല, അതൊരു ശവലാണ്, അതിപ്പോൾ കാണുന്നില്ല, ആരാണത് എടുത്തതെന്ന് നിങ്ങൾ പറയണം. എല്ലാ പട്ടാളക്കാരും ഒരുമിച്ച് അവിടെ കൂടി നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഈ മേലുദ്യോഗസ്ഥൻ തൻ്റെ കയ്യിലെ തോക്കെടുത്തിട്ട് ഓരോരുത്തരുടെയും നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ ശവലെടുത്തത് ആരാണെന്ന് ഇപ്പോൾ പറയണം. ആ പട്ടാളക്കാർ ഭയചകിതരായി നിൽക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായിരുന്നു, തീർച്ചയായും ആ മനുഷ്യൻ അവർക്ക് നേരെ വെടിയുതിർക്കുമെന്നത്. അതുകൊണ്ട് കൂടി നിൽക്കുന്ന പട്ടാളക്കാരുടെ ഇടയിൽ നിന്ന് ഒരു മനുഷ്യൻ മുൻപോട്ട് വന്നിട്ട് പറഞ്ഞു, സർ, ആ ശവലെടുത്തത് ഞാനാണ്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് നേരെ തോക്ക് ചൂണ്ടി നിറയൊഴിച്ച് ആ മനുഷ്യനെ അവിടെ കൊന്നു. അത് ആ ക്യാമ്പിലാകെ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കുവാനിടയായി. ആ മനുഷ്യൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞ് ബാക്കിയുള്ള പട്ടാളക്കാരെല്ലാവരും മടങ്ങിച്ചെന്ന് അവിടെയുള്ള ശവലുകൾ എണ്ണി നോക്കിയപ്പോൾ എല്ലാം അവിടെ ഉണ്ടായിരുന്നു, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ അവരെ കൊല്ലുവാൻ നിന്ന പട്ടാളക്കാരൻ്റെ കയ്യിൽ നിന്ന് സ്വന്തം സഹോദരന്മാരെ രക്ഷിക്കുവാനുള്ള മനസ്സോടെ ജീവൻ പണയപ്പെടുത്തുവാൻ ഒരു പട്ടാളക്കാരൻ കാണിച്ച മനസ്സുകൊണ്ടാണ് ബാക്കിയുള്ളവരെല്ലാവരും അന്ന് ജീവനോടെ രക്ഷപ്പെടുവാനിടയായത്. അവർക്ക് മനസ്സിലായി, തങ്ങൾക്ക് വേണ്ടി കൊല്ലപ്പെട്ട ആ മനുഷ്യൻ ചെയ്തത് ഒരു വലിയ ത്യാഗമാണ്. അത് ആ ക്യാമ്പിനെ അടിമുടി മാറ്റി. വെറുപ്പും വിദ്വേഷവും ഒക്കെ മാറ്റിവെച്ചിട്ട് അവരുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ കണങ്ങൾ വിരിയുവാനിടയായി. പരസ്പരം സ്നേഹിച്ചു, ക്ഷമിച്ചു, പരസ്പരം ബഹുമാനിച്ചു. തങ്ങളെല്ലാവരും സഹോദരന്മാരാണ് എന്ന തിരിച്ചറിവിലേക്ക് അവരെത്തി. അത് ആ ക്യാമ്പിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുവാൻ ഇടയാക്കി എന്നതാണ് സത്യം.
ഈ പട്ടാളക്കാരെ ഈ ജോലിക്ക് നിയോഗിച്ച ജപ്പാൻകാരായ ഉദ്യോഗസ്ഥന്മാർ വന്നു നോക്കുമ്പോൾ അവർ കണ്ടത് അതുവരെ പോരടിച്ചിരുന്ന ഈ സ്കോട്ടിഷ് പട്ടാളക്കാരുടെ ഇടയിൽ സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഒരു വലിയ അനുഭവമായിരുന്നു. അതാണ് ആ സമൂഹത്തെ മാറ്റിമറിച്ചത്. സത്യത്തിൽ വെറുപ്പ് കൊണ്ട് എന്താണ് ഇവിടെ നേടിയിട്ടുള്ളത്? വിദ്വേഷം കൊണ്ട് എന്താണ് ഈ ലോകത്തിൽ ആളുകൾ നേടിയിട്ടുള്ളത്? വെറുപ്പും വിദ്വേഷവും അകൽച്ച മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. വൈരാഗ്യങ്ങളും മത്സരങ്ങളും ഈ ലോകത്തെ വല്ലാതെ മാറ്റിമറിച്ചു എന്നത് നമ്മൾ മറക്കരുത്. പക്ഷേ സ്നേഹത്തോടെ സഹകരിക്കാൻ, ക്ഷമിക്കാൻ മനസ്സുണ്ടായാൽ അത് ഉളവാക്കുന്ന പുതിയ അനുഭവങ്ങൾ, ഒരു നല്ല ലോകം, എല്ലാവരും സ്നേഹിക്കുന്ന, ക്ഷമിക്കുന്ന സഹോദരങ്ങളാണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു കാഴ്ചപ്പാട് എത്ര ശ്രേഷ്ഠമാണ്. അങ്ങനെ ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കാൻ നാം ഒരുമിച്ച് ശ്രമിക്കണ്ടേ? ഇതൊരാളുടെ മാത്രം പ്രത്യേകത, ഇതൊരാളുടെ മാത്രം ഉത്തരവാദിത്വമല്ലല്ലോ, നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്വമുള്ളവരായി നമുക്കൊരുമിച്ച് ഒരു നല്ല ലോകം കെട്ടിപ്പടുക്കുവാൻ കഠിനാധ്വാനം ചെയ്യണം. വെറുപ്പല്ല, ക്ഷമയാണ് വേണ്ടത്.